സർക്യൂട്ടിൽ ആർ എൽ സി ഉണ്ട്. ആറും എല്ലും സിയും വരുന്ന അതും രണ്ട് ഇമ്പിഡൻസ് ആയിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, പാരലൽ ആയിട്ടല്ല. അപ്പോൾ രണ്ടും എന്താണ് പറയുക, ഒരു 15 ഓം ഈ റിയാക്ടൻസ് മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, പിന്നെ ഒരു 10 ഓം വീണ്ടും ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഒരു കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇതെല്ലാം കൂടെ സീരീസ് ആയിട്ടിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ കുറേ കോമ്പണൻ്റ് ഉണ്ടെന്നല്ലാതെ ആർ എൽ സി സർക്യൂട്ട് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം എടുത്തെഴുതുക. എഫ് എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. കപ്പാസിറ്റർ 2 എന്ന് പറയുന്നത് 100 മൈക്രോ ഫാരഡേ ആണ്. രണ്ടാമത്തേന് അങ്ങനെ എഴുതിയിരിക്കുകയാണ്, 100 × 10⁻⁻6 ഫാരഡ്. R1 എന്ന് പറഞ്ഞാൽ 15 ഓം, L1 എന്ന് പറയുന്നത് 0.04. ഇത് പാരലൽ അല്ല, സീരീസ് ആണ്. പക്ഷെ നമ്മുടെ പേര് L2 എന്ന് പറഞ്ഞാൽ 0.1 ഹെൻറി. റെസിസ്റ്റൻസ് R2 എന്ന് പറയുന്നത് 10 ഓം. അപ്പോൾ Z1 മാത്രം നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആദ്യം കാണാം. L1 എന്ന് പറഞ്ഞാൽ 2πf × L ആണ്. 2πf × L എന്ന് പറഞ്ഞാൽ 2 × 3.14 × 50 × L1 എന്ന് പറയുന്നത് 0.04 ആണ്. 0.04 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12.56 ഓം കിട്ടും. Z1 കാണാൻ വേണ്ടി √R1² അല്ലെങ്കിൽ R1 + jXL1 എന്ന് എഴുതിയാലും മതി. കോംപ്ലക്സ് ഫോമിൽ 15 + j 12.56 √15² + 12.52, അപ്പം 19.56. θ1 ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ നല്ലത് θ1 ഉണ്ടാവണമാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് Z1 ഡിവൈഡഡ് ബൈ 19.56ന് 20 നിർത്തും. 20 ഡിവൈഡഡ് ബൈ ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ 12.56 ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ 12.56 ഡിവൈഡഡ് ബൈ 15 വരും. 15 വരും. ടാൻ ഇൻവേഴ്സ് കാൽക്കുലേറ്ററിൽ ടാൻ ഇൻവേഴ്സ് ആക്കിയിട്ട് 12.5 ഡിവൈഡഡ് ബൈ 15 എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. ഇനി എക്സ് സി കാണണം. എക്സ് സി എന്ന് പറയുന്നത് ഒരു സിയേ ഉള്ളൂ. എക്സ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/2πfc ആണ്. 1 ഡിവൈഡ് ബൈ 2 × 3.14 × 50 ഫ്രീക്വൻസി × 100 × 10⁻⁻6 31.85 ഓം ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് L2 കൂടി അവിടെ ഉണ്ട്, 2πf L2 ആണ്. 2 × 3.14 × 50 × 0.1 എന്ന് പറഞ്ഞാൽ 31.4 ഓം ആണ്. ഇമ്പിഡൻസ് Z2 കാണാൻ വേണ്ടിയിട്ട് R2 ദാറ്റ് ഈസ് 10 ഓം പ്ലസ് J 31.4 ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ആയിട്ടിട്ടു. കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ -J 31.85 എന്ന് എഴുതി. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 10 + -J 0.45 എന്ന് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ √10² + 0.45² 10.1 ഓം വരും. ഇൻക്ലനേഷൻ കാണാൻ അല്ലെങ്കിൽ സ്ലോപ്പ് കാണാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് -0.45 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് -2.56 ഡിഗ്രിയാണ്. മൈനസ് ആണ്, അതിൻ്റെ അർത്ഥം ലീഡിങ് ആണെന്നാണ് അർത്ഥം. ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലുള്ള വാല്യൂ ദാറ്റ് ഈസ് ഏത് റിയാക്ടൻസിനേക്കാളും ഏത് റിയാക്ടൻസ് ആണ് കൂടുതലുള്ളത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പോൾ ലീഡിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ദെൻ ടോട്ടൽ ഇമ്പിഡൻസ് കാണാൻ വേണ്ടി എല്ലാം നിരത്തി അങ്ങോട്ട് ആഡ് ചെയ്യുക, കാരണം സീരീസ് അല്ലേ. 15 J 12.6 പ്ലസ് 10 -J 0.45, 15ഉം 10ഉം കൂടി കൂട്ടുക 20 ആവും. പിന്നെ വരുന്ന 12.56 നിന്ന് J 12.56 നിന്ന് J 0.45 കുറച്ചാൽ പ്ലസ് 12.11 കിട്ടുള്ളൂ.
അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ √25² പ്ലസ് 12.1² ടാൻ ഇൻവേഴ്സ് ഓഫ് 12.1 / 25 ദാറ്റ് ഈസ് 27.78 ആംഗിൾ 25.85 വരും. നമ്മളിതുകൊണ്ട് കഴിഞ്ഞില്ല, കറണ്ട് കണ്ടുപിടിക്കണം, വോൾട്ടേജ് അക്രോസ് ഇമ്പിഡൻസ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു കറണ്ട് കാണണമെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്, ആ ഇമ്പിഡൻസ് ആണ്. ടോട്ടൽ ഇമ്പിഡൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 27ആണ്. അതുകൊണ്ട് തന്നെ സപ്ലൈ വോൾട്ടേജ് തന്നിരിക്കുന്നത് 230ആണ്. 230 / 27.78 ദാറ്റ് ഈസ് 8.28 ആംബിയർ ആണ്. സോ പോയിന്റ് 0.98 ലാഗിങ് പവർ ഫാക്ടർ ആണ്. അതായത് ആംഗിളായിട്ട് കിട്ടിയത് രണ്ടിൻ്റെയും ആംഗിളായിട്ട് കിട്ടിയത് 25.28 ആണ്. കൊസൈൻ ഓഫ് 25.28 എന്ന് പറഞ്ഞാൽ 25.85 എന്ന് പറഞ്ഞാൽ 0.9 ആണ്. പ്ലസ് ആയതുകൊണ്ട് തന്നെ ലാഗിങ് പവർ ഫാക്ടർ ആണ്. സോ അടുത്തത് വോൾട്ടേജ് അക്രോസ് ഓരോ ഇമ്പിഡൻസും കാണുന്നു. ഫസ്റ്റ് ബ്രാഞ്ചിന് അക്രോസ്, അതായത് അവിടെ ആരൊക്കെയുണ്ട്, ഒരു റെസിസ്റ്ററും 15 ഓമിൻ്റെ ഒരു റെസിസ്റ്ററും L1 എന്ന് പറയുന്ന 0.01 ഹെൻറി ആണുള്ളത്. ഒരു കോയിലായിരിക്കും. സോ കറണ്ട് 8.28 ഇൻറ്റു 19.56 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ 162 വോൾട്ട്. വോൾട്ടേജ് അക്രോസ് സീരീസ് ആകുമ്പോഴാണ് വോൾട്ടേജ് മാറുന്നത്. മറ്റേത് പാരലലാകുമ്പോൾ രണ്ട് വോൾട്ടേജും ഒരേപോലെ ആയിരിക്കും. സോ I/Z2, I എന്ന് പറഞ്ഞാൽ 8.28 ഇൻറ്റു 10.01 കിട്ടിയത്. 82.9 വോൾട്ടാണ്. ഇനി ഓരോന്നിൻ്റെയും പവർ ഫാക്ടർ, ഓരോ ബ്രാഞ്ചിൻ്റെയും പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 40 ആണ് ആദ്യത്തേത്, 0.766. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ കോസ് -2.56 ആണ്, ദാറ്റ് ഈസ് 0.99 ലീഡിങ് ആണ്. പിന്നെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫേസർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമ്മൾ ഓരോ ആംഗിളും കറണ്ടും എല്ലാം കണ്ടിട്ടുണ്ട്. പാരലലിൽ സ്വാഭാവികമായും റഫറൻസ് ആയിട്ട് എടുക്കുക കറണ്ടിനെയാണ്. നമ്മൾ അതേപോലെ കറണ്ടിനെ റഫറൻസ് ആയിട്ട് എടുക്കുന്നു. V1 എന്ന് പറയുന്നത് കോസ് 40 ഡിഗ്രിയാണ്. അത് 40 ഡിഗ്രിയിൽ വരയ്ക്കും. മറ്റേത് I2 എന്ന് പറയുന്നത് കറണ്ടിൽ നിന്ന് എത്രയാണെന്നുള്ള ആംഗിൾ എടുത്ത് വരയ്ക്കും. അതിൻ്റെ രണ്ടിൻ്റെയും പാരലോഗ്രാം, അതായത് ഈ സൈഡിന് തുല്യമാണ്, ഈ സൈഡിന് തുല്യമാണ്. ആ രീതിയിൽ റിസൾട്ടൻ്റ് കിട്ടും. വോൾട്ടേജ് ലീഡിങ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് അല്ല ആംഗിൾ എന്നുള്ളത് ശ്രദ്ധിക്കുക. ചിത്രം വരയ്ക്കുമ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഓരോ ആംഗിളും V1ൻ്റെയും V2ൻ്റെയും ആംഗിൾ കണ്ടുപിടിച്ചിട്ട് തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വരച്ചാൽ കുറച്ചും കൂടി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.